ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ടേസ്റ്റി. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതിനെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് ലോലിപോപ്പാണ്. അപ്പോൾ തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയുള്ളിയും ഒരു പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കോഴിമുട്ട നന്നായിട്ട് ഉടച്ചെടുക്കാം. ഫോർക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ ഗ്രൈൻഡർ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. നന്നായിട്ട് നല്ല ഉടയുന്ന രീതിയിൽ ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വലിയുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട ഉപ്പൊക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് ആദ്യം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം. ബോൾസ് ആക്കുമ്പോൾ ചെറുതായിട്ടൊരു ലൂസ് പോലെ ഉണ്ടാവും കേട്ടോ. അതിനാണ് ഫസ്റ്റായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കേണ്ടത്. എന്നിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഒന്നുകൂടെ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലോലിപോപ്സ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം വേണ്ടത്. ഇനി ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ട് ഫ്ലെയിം വെക്കാം. എന്നിട്ട് ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലായാലും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതെല്ലാം തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കോഴിമുട്ട ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ ലോലിപോപ്സ് എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലോലിപോപ്സ് ഒക്കെ റെഡി ആയതിന് ശേഷം ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ കുത്തിവെച്ച് കൊടുത്താൽ മതിയാവും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.